അങ്ങനെ അടുത്തതായിട്ട് കക്കോടി പറമ്പിൽ ബസാറിനടുത്തുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്ക് വിട്ട്. പേര് പോലെ തന്നെ വളരെ ശാന്തമായ സ്ഥലം. ഈ ആശ്രമത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അവിടെ പോവാം. എന്തോ ഏകദൈവത്തെ വെച്ച് പൂജിക്കുന്ന ഒരു ആശ്രമം. ഉള്ളിലേക്ക് കയറാൻ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല, ബട്ട് കാല് കഴുകിയിട്ട് കയറാൻ കഴിയൂ, അത് നിർബന്ധ. ആശ്രമത്തിന്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ കാണാം. പക്ഷെ ആശ്രമത്തിന്റെ ഉള്ളിൽ എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. അതിന്റെ ഉള്ളിൽ ഫുൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കുറെ നേരം നോക്കിയപ്പോൾ എനിക്ക് തലയിറങ്ങാൻ തുടങ്ങി. അവിടുന്ന് നേരെ ഇറങ്ങി ഇനി എങ്ങോട്ട് പോകണമെന്ന് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിൽ ചെന്ന് നോക്കി. അതിൽ പൊൻകുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു കുന്ന് കയറാണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി, ഓള മനസ്സിലെ ബോംബും. മല കയറാൻ എന്നെക്കാട്ട് ഫാസ്റ്റിൽ ഓടിച്ചാടി കയറെങ്കിലും ഇറങ്ങാൻ നോക്ക് പള്ളറച്ച് പേടിയാ. അവിടെ എത്തിയപ്പോൾ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറാൻ വേണ്ടി ഏതൊക്കെയോ 2-3 വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കയറിയ അപ്പക്കുട്ടൻ പറഞ്ഞ പോലെ ഏതൊക്കെയോ വിജൃംഭിച്ച വഴി കൂടി. ആ വഴി കൂടെ പോയി 2-3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് എത്തി മേലോട്ട് നോക്കുന്നേരം അടിപൊളി വ്യൂ, ചുറ്റിലും ഫുൾ മല. ഞങ്ങൾ അവിടെ എത്താൻ തന്നെ വൈകുന്നേരം 4:08 ഉണ്ടാവും. ഞങ്ങളെ മുന്നിലാണെങ്കിൽ അധികം സമയവും ഇല്ല. മണിക്കുട്ടി ഓടിക്കൊണ്ട് നിൽക്കണ്ടേനു. കാരണം ഇരുടാവുന്നതിന് മുന്നേ കയറി ഇറങ്ങിയിട്ടില്ലേ പിന്നെ തിരിച്ചു പോകുന്ന വൺ ടാസ്ക് ഇരിക്കും. കാരണം ഈ മല കയറാനും ഇറങ്ങാനും പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വഴി കൂടെ കയറുക, അങ്ങോട്ട് ഇറങ്ങുക. മല കയറുന്നേരം ഞാൻ ഷൂ എന്ന് വിളിച്ചിട്ട് വരെ ഓള് തിരിഞ്ഞു പോലും നോക്കിയില്ല. സലീം കുമാർ പറഞ്ഞ പോലെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോടെ അവൾ. അതിനുള്ള ബുദ്ധിയോ നോക്കുന്നുണ്ടാവില്ല, അതായിരിക്കും. ആൻഡ് കയറി കഴിഞ്ഞ് ടോപ്പിലെത്തി മേലോട്ട് നോക്കിയപ്പം ആകാശത്തിന്റെ ഒരു സൈഡിൽ ഫുള്ള് മഴക്കാറായിട്ട് മേഘം മൂടിയിട്ട് ഡാർക്ക് ബ്ലൂ കളർ. ആൻഡ് മറ്റേ സൈഡിൽ സൺസെറ്റിന്റെ ഒരു വ്യൂ ഉണ്ട്, നേരിട്ട് കാണാൻ വേറെ ലെവല്. മഴ ഉള്ളപ്പോൾ പോയത് ഏതായാലും കാര്യായി. അല്ല അങ്ങനെയല്ല, ഞങ്ങൾ പോയപ്പോൾ മഴ വന്നത് കാര്യായി. കയറുമ്പോൾ ഉസൈൻ ബോൾട്ട് പോയ പോലെ പോയ ഓള് ഇറങ്ങുമ്പോൾ ആമ നൊയ്യുന്ന പോലെ നൊയിഞ്ഞ് ഇറങ്ങി. മല ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. വഴിയൊന്നും മനസ്സിലാത്തോണ്ട് തന്നെ ശിവനെ ഇതേത് ജില്ല പറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇവക്കാണെങ്കിൽ നല്ല പേടിയായി. എനിക്ക് പിന്നെ പേടിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെ കൂടെ ഓളുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വലിയ പേടിയും തോന്നിയില്ല. പിന്നെ ഇത്തരം സിറ്റുവേഷനിൽ പേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് വഴിയൊക്കെ കണ്ടെത്തി ഇറങ്ങി. മറ്റാൾ പേടിച്ചൊരു വഴിയുണ്ട്. ഞാനാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴയത്തൊരു ട്രക്കിംഗ് കഴിഞ്ഞ എന്റെ സന്തോഷത്തിലും എന്തൊരു മനസ്സുഖം.